ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ക്ലാസ് 3 മലയാളം പാർട്ട് 2-ലെ ആദ്യത്തെ യൂണിറ്റായ അപ്പൂപ്പൻ താടി എന്ന യൂണിറ്റിൽ നിന്നുള്ള വേനൽ എന്ന ഭാഗമാണ് ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം മഴയോട് മഴ എന്ന ഭാഗവും ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു നോക്കാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ക്ലാസ് 3 മലയാളം, ക്ലാസ് 3 ഇംഗ്ലീഷ്, ക്ലാസ് 3 മാത്സ്, അതേപോലെ എല്ലാ വീഡിയോസും ഉള്ള ക്ലാസ് 3 2024 എന്ന പ്ലേലിസ്റ്റിലും നമുക്ക് ഈ വീഡിയോസൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലായ്പ്പോഴും ദുരിതവും ദുഃഖവും മാത്രം നൽകുന്നതാണോ വേനൽ? ഈ കവിത വായിക്കൂ. അപ്പോൾ വേനലിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ വേനലിൽ വെറും ദുരിതവും ദുഃഖവും മാത്രമാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഈ കവിതയിൽ കൂടെ. വേനൽ മഴയുടെ തേങ്ങലു മാറ്റാൻ അങ്ങനെ വേനൽ ചിരിച്ചൊരു വരവുണ്ട്. ഭൂമിയിലാകെ വെയിലിൻ തുമ്പികൾ മൂളിയിരുന്നൊരു ചിരിയുണ്ട്. വീടും വീടിനകവും എല്ലാം വെയിലു കുളിച്ചൊരു നിൽപ്പുണ്ട്. രാവിലെയായാൽ തൊടി നിറയും പടി വെയിലിൻ പുഴയൊഴുകാറുണ്ട്. ഇത്തിരി വെള്ളം കണ്ടാൽ പോലും വെയിലിനവിടൊരു കുളിയുണ്ട്. ഇടവഴിയുള്ളിൽ വള്ളിക്കുടിലിൽ വെയിലിനൊരോട്ടക്കണ്ണുണ്ട്. വൈകുന്നേരം കുന്നിൻ മുകളിൽ വെയിലിനു നല്ലൊരു കളിയുണ്ട്. കളിയും തീർന്നു കരഞ്ഞു കലങ്ങി വെയിലിനു പിന്നൊരു പോക്കുണ്ട്. എ ജയകൃഷ്ണൻ എഴുതിയ കവിതയാണിത്. വെയിലിനെ കുറിച്ച് വളരെ നന്നായിട്ട് അല്ലേ, അല്ലെങ്കിലും മഴക്കാലത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന വെയിൽ, മഴക്കാലം കഴിഞ്ഞ ഉടനെ നമുക്ക് കിട്ടുന്ന വെയിൽ, ഇതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ് അല്ലേ. ഒന്ന് വെയിലടിച്ചോ, ഒന്ന് നല്ലൊരു തെളിച്ചുള്ള ദിവസമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ വെങ്ങല്ലൂരിലാണ് ഈ കവിത എഴുതിയ ജയകൃഷ്ണൻ ജനിച്ചത്. എന്താണ് ഈ കവിതയുടെ ആശയം? കോരിച്ചൊരിയുന്ന മഴയുടെ തേങ്ങലു മാറ്റാൻ വേനൽക്കാലം ചിരിച്ചുകൊണ്ടെത്താറുണ്ട്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോൾ വെയിൽ പരക്കുന്നതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. വെയിലിൻ്റെ ചിരിയുമായി എത്തുന്ന വേനലിനെ അപ്പോൾ നമുക്കൊക്കെ വളരെ ഇഷ്ടമാണ്. വെയിൽ തെളിയുമ്പോൾ മാനത്തും താഴത്തുമൊക്കെ ധാരാളം വേനൽ തുമ്പികൾ പാറിപ്പറക്കും. വീടും വീടിൻ്റെ അകവും പുറവുമെല്ലാം വെയിലിൽ കുളിച്ചു നിൽക്കും. പ്രഭാതത്തിൽ തൊടിയിലും വെയിൽ പരക്കും. പുഴ പോലെ വെയിൽ ഒഴുകും എന്നാണ് കവി ഇതിൽ പറയുന്നത്. മഴയുടെ ബാക്കിയായി എവിടെയെങ്കിലും ഇത്തിരി വെള്ളം കെട്ടിക്കിടന്നാൽ ആ വെള്ളത്തിലും വെയിലിനൊരു കുളിയുണ്ട് എന്നും കവി പറയുന്നു. വെയിലിൻ്റെ കുളി കഴിയുമ്പോൾ ആ വെള്ളവും വറ്റിപ്പോകും. അതായത് ആ വെള്ളവും വെയിൽ വന്ന് വറ്റിക്കും അല്ലേ. ഇടവഴിയിലും വള്ളിക്കുടിലിലുമെല്ലാം വെയിൽ എത്തി നോക്കുന്നതിന് വെയിൽ ഓട്ടക്കണ്ണിട്ടു നോക്കുന്നു എന്നാണ് കവിതയിൽ പറയുന്നത്. വൈകുന്നേരമായാൽ കുന്നിൻ മുകളിൽ വെയിൽ ഒളിച്ചു കളിക്കാനെത്തും. അസ്തമയ സൂര്യൻ്റെ രശ്മികൾ കുന്നിലാകെ പടരുകയും പിന്നീട് കുന്നിനു പിന്നിൽ സൂര്യൻ ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ വർണ്ണന. വളരെ മനോഹരമായിട്ടാണ് ഇതിൽ വെയിലിനെയും വേനലിനെയും ഒക്കെ വർണ്ണിച്ചിരിക്കുന്നത്. ഇനി കളിയെല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ വെയിലിന് മടിയാണ് എന്ന് പറയുന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായാണ് വെയിൽ പോകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് ഈ കവിതയിൽ. സന്ധ്യാസമയത്ത് നമ്മുടെ ആകാശത്തിനും ആ വെളിച്ചത്തിനും ഒക്കെ ഒരു ചുവന്ന നിറമാണ് കാണാറുള്ളത് അല്ലേ. അതുകൊണ്ടാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് എന്ന് പറയുന്നത്. കവിതയിലെ വെയിൽ ആരെപ്പോലെയാണെന്നാണ് തോന്നിയത്? കവിതയിലെ വെയിൽ ആരെപ്പോലെ എന്നാണ് തോന്നിയത്? കവിതയിലെ വെയിൽ എങ്ങനെയാണ്? ഒരു വികൃതി കുട്ടിയെ പോലെയാണെന്നാണ് തോന്നിയത്. മുറ്റത്ത് ഇത്തിരി വെള്ളം കണ്ടാൽ അതിൽ കുളിക്കുന്നതും കളിക്കുന്നതും കുട്ടികളാണ്. അതുപോലെ ഇടവഴിയിലും ചെടികളിലും അതിൻ്റെ പിന്നിലുമെല്ലാം ഒളിച്ചിരിക്കുന്നതും കുട്ടികളാണ്. വൈകുന്നേരമായാൽ കൂട്ടുകാരോടൊത്ത് കളിക്കാനിറങ്ങുന്നതും കളിയും കഴിഞ്ഞ് തിരികെ പോരാൻ മടി കാണിക്കുന്നതും കുട്ടികളാണ്. അമ്മ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ
മടിച്ച് ഒരു കരച്ചിലിൻ്റെ വക്കത്തെത്തിയാണ് കുട്ടികൾ മടങ്ങിപ്പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കവിതയിലെ വെയിൽ ഒരു വികൃതിക്കുട്ടി, ഒരു കുസൃതിക്കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ടീച്ചർ ചൊല്ലിത്തന്ന വികൃതി മഴ എന്ന കവിതയിലെ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ട്? നിങ്ങളുടെ ടീച്ചർ വികൃതി മഴ എന്ന കവിത ചൊല്ലിത്തന്നോ? ഈ കവിത എഴുതിയ എ ജയകൃഷ്ണൻ തന്നെയാണ് ഈ വികൃതി മഴ എന്ന കവിതയും എഴുതിയിട്ടുള്ളത്. തേരാപാരാ നടക്കുന്നു മഴ, തോന്നിയ പോലെ പെയ്യുന്നു മഴ, കുന്നും മലയും കയറുന്നു മഴ, അവിടെ നൃത്തം വയ്ക്കുന്നു മഴ, വേലിക്കമ്പു വളയ്ക്കുന്നു മഴ, പാടവരമ്പത്താടുന്നു മഴ, മേഞ്ഞു നടക്കുന്നോരെയെല്ലാം ആട്ടിക്കൊണ്ടുവരുന്നുണ്ട് മഴ, ഒറ്റക്കാലിൽ വീഴുന്നു മഴ, ഇത്തിരി വട്ടം ചുറ്റുന്നു മഴ, കാറ്റിനൊപ്പം കൂടുന്നു മഴ, കാട്ടാളത്തം കാട്ടുന്നു മഴ, ഊണുമുറക്കവുമില്ലാത്തൊരു മഴ, നിർത്താതൊറ്റ താളത്തിൽ മഴ, രാവിൽ പെയ്തു തിമർക്കുന്നു മഴ, രാവു പുലർന്നു വരുമ്പോഴും മഴ, രാവു പുലർന്നു വരുമ്പോഴും മഴ, ആരുടെ വാക്കും കേൾക്കാത്തൊരു മഴ, മുറ്റത്താകെ നനഞ്ഞിട്ടീ മഴ, വേണ്ട വാശി പിടിപ്പിക്കേണ്ട, പെയ്തുമടുത്താൽ തോർന്നിയിടും മഴ. ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞ് മഴേനെ വാശി പിടിപ്പിക്കൊന്നും വേണ്ട, അത് പെയ്തുമടുത്താൽ അത് തോർന്നോളും എന്നാണ് കവി പറയുന്നത്. ഈ മഴയുടെ വികൃതികൾ ഇഷ്ടപ്പെട്ടോ? വികൃതി മഴ എന്ന കവിതയിലെ മഴ വാശിക്കാരനായ ഒരു കുട്ടിയാണ്. അതെന്താണ് ചെയ്യുന്നത്? തോന്നിയ പോലെ നടക്കും, അല്ലേ? തോന്നിയ പോലെ പെയ്യും, കുന്നും മലയും കയറി അവിടെ നൃത്തം ചെയ്യുന്നു, വേലിക്കമ്പ് വളയ്ക്കുന്നു, പാടവരമ്പത്ത് നിന്ന് ആടുന്നു, പശുക്കുട്ടികളെയും ആടിനെയും ഒക്കെ ആട്ടിത്തെളിച്ച് കൊണ്ടുവരുന്നു. പിന്നെ ഒറ്റക്കാലിൽ നിന്ന് വട്ടം ചുറ്റുന്ന ഒരു കുട്ടിയെപ്പോലെ മഴ ആദ്യം കാറ്റിൻ്റെ താളത്തിൽ വട്ടം ചുറ്റുന്നു, കുസൃതികൾ കാട്ടുന്നു, ഊണുമുറക്കവുമില്ലാതെ രാത്രിയിൽ മഴ തിമർത്തു പെയ്യുന്നു, പുലരുന്നത് വരെ പറഞ്ഞിട്ടും കേൾക്കാതെ മഴ പെയ്യുകയാണ്. എന്നിട്ടും എന്താണ് പറയുന്നത്? വാശി പിടിപ്പിക്കേണ്ട, പെയ്തു മടുത്തു കഴിയുമ്പോൾ അത് തനിയെ തോർന്നോളും എന്നും കവി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മഴയുടെ വികൃതികളൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? വേനൽ ചിത്രങ്ങൾ വരച്ച് പ്രദർശനം നടത്തൂ. വേനൽ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാം? പാടവും പറമ്പും ഒക്കെ വിണ്ടു കീറിയ ചിത്രം വരയ്ക്കാം. അതുപോലെ കൂട്ടത്തോടെ നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങൾ വരയ്ക്കാം. അതേപോലെ വാടി തളർന്ന ഇലകളൊക്കെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന മരങ്ങൾ. പിന്നെ ഒരുപാട് ആളുകൾ വെള്ളം തലയിലേറ്റി ദൂരസ്ഥലത്തൊന്നും കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ വരയ്ക്കാം. നിങ്ങൾക്ക് കഴിയുന്നത്ര ചിത്രങ്ങൾ നിങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക. മഴയോട് മഴ. മഴ വരുന്നു മഴ, ആകാശം കറുത്തു, തണുത്ത കാറ്റു വീശി, മരച്ചില്ലകൾ നൃത്തം വെച്ചു, ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു, കരിങ്കറുപ്പൻ ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു, കാ കാ കാ. മഴയുടെ വരവ് ചുറ്റുപാടുകളിലും പ്രകൃതിയിലും വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? ആകാശം കറുത്തു, തണുത്ത കാറ്റ് വീശി, മരച്ചില്ലകൾ നൃത്തം വെച്ചു, ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു, കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു, നിലം പറ്റിക്കിടന്ന കരിയിലകൾ കാറ്റത്ത് കൂട്ടയോട്ടം തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ളത്. മഴയെ വരവേൽക്കാനായി തെങ്ങുകൾ എന്താണ് ചെയ്തത്? തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു, തെങ്ങോലകൾ പാട്ടുപാടി മഴയ്ക്ക് സ്വാഗതമോതി. മഴയുടെ മുന്നറിയിപ്പ് എന്തൊക്കെയാണ്? മരങ്ങൾ അടിമുടി ഇളകിയാടി, ചില്ലകൾ ഒടിഞ്ഞു വീണു, പച്ചിലകൾ കാറ്റേറ്റ് പുളഞ്ഞു, പഴുത്ത ഇലകൾ ഞെട്ടറ്റു വീണു, നിലം പറ്റിക്കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി, കല പില
ഒച്ച വെച്ചു. ഒരു പശു വലിയ വാ തുറന്ന് ഇമ്പേ ഇമ്പേ എന്ന് കരഞ്ഞു. അല്ലേ? ഇതൊക്കെയാണ് മഴ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. മഴയുടെ മുന്നറിയിപ്പ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതായത് കാറ്റ് നല്ലോണം വീശും, ചില്ലകൾ ഒടിഞ്ഞു വീഴും, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് മഴയുടെ മുന്നറിയിപ്പ്. മഴയ്ക്ക് വരവേൽപ്പ്. തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു, തെങ്ങോലകൾ പാട്ടുപാടി, മഴയ്ക്ക് സ്വാഗതമോതി. മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞുപോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു. പിടോം. മഴയെ വരവേൽക്കാനായിട്ട് ഈ തെങ്ങുകൾ എന്താണ് ചെയ്തത്? തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു, തെങ്ങോലകൾ പാട്ടുപാടി, മഴയ്ക്ക് സ്വാഗതമോതി. ഇനി മഴ അടുത്തെത്തി. മാനത്ത് എവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു. മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളി പാറി വീണു. പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി. ഹായ്. പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്കൊരു മഴത്തുള്ളി വീഴുമ്പോൾ നമുക്ക് നല്ലൊരു സുഖം, അല്ലേ? നല്ലൊരു സന്തോഷം തോന്നാറുണ്ട്, അല്ലേ? മഴ വന്ന വരവ്. പറന്നു വീഴും മഴ, ചരിഞ്ഞു വീഴും മഴ, നിലം തുളയ്ക്കും മഴ, വലിയൊരു കൂണിന് ചോട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചിത്തവള സന്തോഷമറിയിച്ചു. പോക്രോം പോക്രോം. പോക്കാച്ചിത്തവള എവിടെയാണ് ഇരിക്കുന്നത്? എവിടെ ഇരുന്നാണ് ഈ സന്തോഷം അറിയിക്കുന്നത്? വലിയൊരു കൂണിന് ചുവട്ടിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ് സന്തോഷം അറിയിച്ചത്? പോക്രോം പോക്രോം എന്ന് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, അല്ലേ? പെരുമഴ പെരുമഴ പേമാരി, കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ, തുരുതുറ വീഴുമ്പോൾ ചരൽ മഴ, പെരുംതുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്കാമഴ, തുള്ളിക്കൊരു കുടം പെരുമഴ, നിർത്താതെ പെയ്യുമ്പോൾ പേമാരി. പലതരം മഴകളാണ് ഇവിടെ പറയുന്നത്, അല്ലേ? പറന്നു വീഴുന്ന മഴ, ചരിഞ്ഞു വീഴുന്ന മഴ, നിലം തുളയ്ക്കുന്ന രീതിയിൽ പെയ്യുന്ന മഴ. ഇനി മഴയെ വിശേഷിപ്പിക്കുന്നതായിട്ടാണ് ഈ പെരുമഴ പെരുമഴ പേമാരി എന്ന ഭാഗത്ത് ഒരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. തുരുതുറ വീഴുമ്പോൾ ചരൽമഴ, പെരുംതുള്ളികൾ എത്തുമ്പോൾ നെല്ലിക്കാമഴ, തുള്ളിക്കൊരു കുടം പെരുമഴ, നിർത്താതെ പെയ്യുമ്പോൾ പേമാരി. ഇപ്പോൾ നമ്മുടെ മഴയ്ക്ക് എന്തെല്ലാം പേരുകളാണ്? ചരൽമഴ, നെല്ലിക്കാമഴ, പെരുമഴ, പേമാരി, അല്ലേ? മഴയിൽ കുടചൂടി നടത്തം. എന്ത് രസമാണ് നോക്കൂ. നിങ്ങൾക്ക് ഇതുപോലെ നടന്നിട്ടുണ്ടാവും, അല്ലേ? ഒരു കുടയിൽ കുറേ പേര് രണ്ട് സൈഡിൽ നിൽക്കുന്നവർ നനയും, എന്നാലും അതിൻ്റെ ചേർന്ന് നടക്കാൻ ശ്രമിക്കും. വലം കയ്യിൽ ഒരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്തു രസം. പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ലു തകർത്തു നടക്കണം. മഴ കൊണ്ടലിയാം, മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം. മഴയിൽ കുടചൂടി നടത്തം. വലം കയ്യിലൊരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നു കയറാൻ എന്തു രസം. പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴച്ചില്ലു തകർത്തു നടക്കണം. മഴ കൊണ്ടലിയാം, മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം. മഴയിൽ നനഞ്ഞൊട്ടുന്നു. കുടയില്ലാത്തവർ ചങ്ങാതിക്കുടയിൽ തുളച്ചു കയറും. ഒരു കുട നിറയെ 4 തല, 4വരും നനഞ്ഞൊലിക്കും. നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും. 4വരും മഴ നനഞ്ഞൊട്ടും. പിന്നെ അവർ ആർത്തു വിളിക്കും, നട നടോ നട. മഴ നിലയ്ക്കുമ്പോൾ. ആവോളം പെയ്താൽ മഴയും മെലിയും. മഴക്കയർ, മഴ ചരടാവും. മഴച്ചരട്, മഴ നൂലാവും. മഴ നൂലുകൾ, മഴ നാരുകളാവും. മഴ നിലയ്ക്കും, ആകാശം തെളിയും. അതു കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും. ഇതെല്ലാം നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് NP ഹാഫിസ് മുഹമ്മദ്. മഴ പെയ്ത് തീരുന്നതിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആവോളം പെയ്താൽ മഴ മെലിയും. നല്ല പെയ്യുമ്പോൾ മഴക്കയറാണ്. ആ മഴക്കയർ മഴ ചരടാവും. മഴ ചരട് പിന്നെ മഴ നൂലാവും.
മഴ നൂലുകൾ, പിന്നെ മഴ നാരുകളാവും. അങ്ങനെ മഴ നിലയ്ക്കും, മഴ നിൽക്കും, ആകാശം തെളിയും. പിന്നെ എന്താണ്? മഴക്കാഴ്ചകളും മഴക്കളികളും. മഴയുടെ എന്തെല്ലാം മുഖങ്ങളാണ് ഇതിൽ കാണുന്നത്? മഴ ചിത്രങ്ങൾ വരച്ചു ചേർക്കും. മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്ന് നമ്മുടെ ദേഹത്ത് വീഴും. പിന്നെ മഴ പറന്നു വീഴും, ചെരിഞ്ഞു വീഴും, നിലം തുളയ്ക്കുന്ന വിധം ശക്തിയായി പെയ്യും. കലമ്പൽ കൂട്ടി കുത്തിയൊലിച്ചു പെയ്യും. ചരല് വീഴും പോലെ തുരുതുരാ വീഴും. ചിലപ്പോൾ നെല്ലിക്കാ വലിപ്പത്തിൽ വലിയ തുള്ളികൾ വീഴും. തുള്ളിക്കൊരു കുടം പെരുമഴ പെയ്യും. നിർത്താതെ പെയ്യുമ്പോൾ പേമാരി എന്ന് നമ്മൾ വിളിക്കും. ആവോളം പെയ്തു കഴിഞ്ഞാൽ മഴ മെലിയും. മഴക്കയർ മഴച്ചരടാവും. പിന്നെ മഴ നൂലുപോലെയാവും. പിന്നെ നാരുകളാവും. ഒടുവിൽ മഴ നിലയ്ക്കും. നിങ്ങൾ കണ്ട മഴക്കാഴ്ചകൾ എന്തെല്ലാമാണ്? കളിക്കാറുള്ള മഴക്കളികൾ എന്തെല്ലാമാണ്? ചർച്ച ചെയ്ത് എഴുതൂ. മഴക്കാഴ്ചകളിൽ തവളകൾ കരയുന്നത്, തോട്ടിലെ മീനുകൾ, പാടത്ത് നീന്തിക്കളിക്കുന്ന മീനുകൾ, തോർത്തുകൊണ്ട് മീൻ പിടിക്കുന്ന കുട്ടികൾ, പാടത്ത് തപസ്സിരിക്കുന്ന കൊറ്റികൾ, കുട ചൂടിപ്പോകുന്ന വലിയവരും കുട്ടികളും. പിന്നെ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്തായി കണ്ടിട്ടുള്ള വീടുകളിലെല്ലാം വെള്ളം കയറുന്നത്, ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്, മണ്ണിടിച്ചിലുണ്ടാകുന്നത്, ആ സമയത്ത് കുളവും പുഴയും നിറഞ്ഞൊഴുകുന്നത്. ഇങ്ങനെ ഒരുപാട് മഴക്കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മഴക്കളികൾ: കടലാസ് തോണി ഉണ്ടാക്കി ഒഴുക്കൽ, മഴയത്തുള്ള ഫുട്ബോൾ കളി, പാടത്തുള്ള പന്ത് കളി, മഴവെള്ളം തെറിപ്പിച്ച് കളിക്കൽ, മഴവെള്ളം തെറിപ്പിച്ച് കളിക്കൽ, കുട മാറ്റി കളിക്കൽ, ഒഴുകി വരുന്ന വെള്ളത്തെ അണകെട്ടി നിർത്തൽ, വെള്ളത്തെ വഴിതിരിച്ചു വിടൽ, മഴ തോർന്നാൽ മരം കുലുക്കി കളിക്കൽ, മഴ പെയ്യുന്നത് നോക്കിയിരിക്കൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.